വന്നിരുന്ന് കഴിക്കടാ. ഒരു മിനിറ്റ്. ഹായ് ഗായ്സ്. ഇവനെന്താ തേരാപ്പാറ നടക്കുന്നത്? ഇവന് പൂർവാധികം വട്ടായ. എടാ സാമേ, എന്താടാ കണ്ണട കാണാനല്ലടാ. നിനക്ക് അല്ലാണ്ട് തന്നെ നല്ല ഊളലൊക്കെ ഉണ്ട്. അതിനിപ്പോ കണ്ണടയുടെ കാര്യമൊന്നുമില്ല. അവന് സ്വന്തമായിട്ട് ആകെയുള്ളത് ആ കണ്ണടയാണ്. അത് പോയി അവൻ ടെൻഷൻ അടിക്കാതിരിക്കും. അത് കറക്റ്റ്, അത് കറക്റ്റ്. ഈ ടീഷർട്ട് ആരുടെ നീട്ടിരിക്കുന്നത്? രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്തു വന്നപ്പോ ഞാൻ ഓർത്തു എൻട്രി ഒക്കെ മാസമായിരുന്നു, പക്ഷെ ചീറ്റിപ്പോയി. ഈ ഫ്രണ്ട്സ് ആകുമ്പോൾ ഒരു ഡ്രസ്സൊന്നും മാറ്റിയിടുന്നിരുന്ന വലിയ കാര്യമൊന്നുമില്ല. അത് സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലേ സംഭവം? ഫ്രണ്ട്സ് ആകുമ്പോൾ ഡ്രസ്സൊക്കെ ഷെയർ ചെയ്യാം. പക്ഷെ റെന്റിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഈ ഷെയറും ഇല്ല, സ്നേഹവും ഇല്ല. ആവി, ഈ മാസം തൊട്ട് ഞങ്ങൾ രണ്ടുപേരും റെന്റ് ഷെയർ ചെയ്യും. ഓക്കെ, ഞങ്ങളെങ്കിലും അവിനൊന്ന് സഹായിക്കണല്ലോ. ഇവന്മാരെ കൊണ്ട് എന്തായാലും ഗുണമൊന്നുമില്ല. പിച്ചക്കാരെ കാര്യം വലിയ കഷ്ടമാണ് എൻ്റെ സഹമുറിയന്മാരുടെ അവസ്ഥ. പോരാത്തതിന് അഹങ്കാരം വേറെയും. അവന് ഫീലായോ? ഈ എവിടെ നിന്ന് അതൊക്കെ ചുമ്മാ അവൻ്റെ നമ്പറാണ് അല്ലടാ? അല്ല, അവന് ശരിക്കും ഫീൽ ചെയ്തു. എടാ, നിന്റെ ഇമ്മാരത്തെ ഡയലോഗ് കേട്ടിട്ടേ അവൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ടാ. എടാ, ഓവറാക്കലടാ എഴുത്താറാ. ഒരു തമാശയിലും പറയാൻ പാടില്ലേ? പാടില്ലടാ, ഇതുപോലെ ഊള തമാശ പറയാൻ പാടില്ല. നിനക്കൊക്കെ അപ്പൊ എന്ത് കൂറ വിറ്റ് വേണമെങ്കിലും അടിക്കാം. എന്നാ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നാണ്, മനസ്സിലായ? എന്ന് ഓക്കെ. എന്നാ പിന്നെ ഇതുവരെ നീ പറഞ്ഞൊന്നും എനിക്ക് ഫീൽ ആയില്ലടാ. പക്ഷെ ഇതെനിക്ക് കൊണ്ടടാ. ഞാൻ എന്നെ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. പോട്ടെ ലക്കി മീനാക്ഷി, എന്നെ തടയണ്ട. കഴിച്ചിട്ട് പോടാ. ഞാൻ പോവാം. ഞാൻ പട്ടിണി കിടന്ന് ചേത്തോട്ടെ. അതെ, ഇതെന്റെ ടീഷർട്ടാണ്. കിട്ടി. ഓക്കെ. എടാ സാമേ, ഇപ്പൊ എന്താ ഈ കോമഡി കാണിക്കുന്നുണ്ട്? ഇപ്പൊ എല്ലാം സീരിയസ് ആയില്ലേ? ഇത്തിരി കൂടി പോയാവി. എടാ ഞാൻ ചുമ്മാ. അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും നല്ല പണിയാ നീ അവനിട്ട് കൊടുത്തു. ഞാൻ ആർക്കിട്ട് പണി കൊടുത്തൊന്നുമല്ല. പിന്നെ നിനക്ക് ശരിക്കും ഫീലായി? ആ, അതുകൊണ്ടല്ലേ ഇറങ്ങിയത്. നിനക്ക് ഫീൽ ചെയ്തില്ലേ? എടാ, നീ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കും ഫീലായെന്ന് തോന്നിട്ടോ. ഞാൻ പിന്നെ നിനക്ക് ഫീലായാലും ശരിക്കായിരുന്നു. അല്ല, ഇപ്പോൾ എനിക്ക് ഫീൽ ആയ സ്ഥിതിക്ക് നിനക്ക് ഫീലായ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ മേലും കഴിഞ്ഞ് നോക്കാനല്ല, എനിക്കും ഫീലായി. അല്ല, അപ്പൊ നമ്മളിനി വീട്ടിലേക്ക് പോയാൽ നമ്മുടെ അഭിമാനം പോകും. ഏയ്, അങ്ങനെ ഒന്നുമില്ല. അവനെങ്ങനെ വാടക കൊടുക്കണം. പക്ഷെ എങ്ങനെ? അത് ഞാനും ആലോചിക്കുന്നത്. അല്ല, നീ എന്താ പ്ലാൻ? ഇനിയിപ്പോ ഞാനും കൊടുക്കേണ്ട പൈസ. അല്ല, ഞാൻ ഒറ്റപ്പെടലുള്ള കോപ്പേ. ഓക്കെ. ആ ആടാ, ഞാൻ വൈകിട്ട് വിളിക്കാടാ. ഇതൊക്കെ എന്താണ് എന്റെ ഫീറോ, ഇത് ഇന്നെങ്ങനെ ശരിയാവോ? എന്റെ സുഹാന, നീ ഒരു 5 മിനിറ്റ് താ, ഞാൻ നോക്കട്ടെ. 5 മിനിറ്റ്? ഇപ്പൊ തന്നെ 1/2 മണിക്കൂറായി. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പുതിയ കാറ് തരാന്ന് പറഞ്ഞപ്പോൾ അന്നപ്പോൾ എന്തായിരുന്നു ഫിറോന്റെ ദുരഭിമാനം? അന്നത് വാങ്ങിയത് ഈ വഴിയിൽ അപമാനം ഒഴിവാക്കായിരുന്നു. വണ്ടിക്ക് എന്താ പ്രോബ്ലം? ഓടി വന്ന് നിൽക്കായിരുന്നു, എന്താണെന്നറിയില്ല. ചില സമയത്ത് ബ്രേക്കും ഇല്ല. എന്താ? സുഹാനോ? ആ, സുഖാണ്. സുഖാണോന്നല്ല, സുഹാന എൻ്റെ വൈഫാ. ഓ, എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതുമാണ്. ഞാനൊന്ന് നോക്കട്ടെ. മെക്കാനിക്കാണോ? പക്ഷെ കണ്ടാ തോന്നൂല. കാർബറേറ്റർ ബേസിൽ എൻജിൻ ബാക്ക് ലീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാൻ ബെൽറ്റ് നല്ല ലൂസാണ്. എൻജിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചാൽ 2000. പൈസയൊന്നും ഒരു പ്രശ്നമല്ല. ആര് പറഞ്ഞു പൈസ ഒരു പ്രശ്നമാണ്? 2000 രൂപയോ? 1500. സത്യം പറഞ്ഞാൽ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. താങ്ക് യു. ഓക്കെ, എന്തായാലും വലിയ ലേറ്റാതെ വർക്ക്ഷോപ്പിൽ കാണിച്ചേക്കണം. പമ്പ് പണിയാവുന്ന സമയമായി. ആ, നമുക്കൊരു സെൽഫി എടുത്താലോ? അത് വേണോ? ഒരെണ്ണം. പ്ലീസ് പ്ലീസ് ഒരെണ്ണം.
എന്തേലൊക്കെ ആക്ഷൻ കാണിക്കണോ? സ്മൈൽ. ഒന്ന് ചിരിക്ക് ഫിറോ. ആ ലാസ്റ്റ് 855 വരുന്ന നമ്പർ അത് തന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. എന്നിട്ട് എന്നോടൊന്ന് പറയണം. ആ എന്തൊക്കെയുണ്ട് ജോസഫേട്ടാ വിശേഷങ്ങൾ? മേലനങ്ങി പണിയെടുക്കുന്നതുകൊണ്ട് പരമസുഖമാണ്. അത് ചേട്ടൻ എന്നൊന്ന് വെച്ച് പറഞ്ഞാണല്ലേ? അയ്യോ അങ്ങനെ പറയരുത്. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ എഴുത്തുകാരുകൾ എഴുതി നിറയ്ക്കുന്നതുകൊണ്ട് ജീവിച്ചു പോകുന്ന നമ്മൾ എന്ത് വെപ്പ് വെക്കാനാണ്? ഞാനിവിടെ വന്ന കാലം തൊട്ട് ചേട്ടൻ എന്നെ എന്തോരം വെച്ച് പറഞ്ഞിരിക്കുന്നു. ഞാനതൊക്കെ അതുണ്ടല്ലോ എൻ്റെ സ്വന്തം ചേട്ടൻ പറയുന്ന പോലെയാണ് ചേട്ടാ കണ്ടിരുന്നത്. ഞാൻ അങ്ങനെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അനിയ. അതൊക്കെ അനിയൻ്റെ തോന്നലുകളാണ്. അനിയൻ എൻ്റെ അനിയനാണെന്ന് തെറ്റിദ്ധരിക്കരുത് അനിയ. ചേട്ടാ മനസ്സിൽ പ്രതീക്ഷിച്ചു പോയത് മായ്ച്ചു കളയാൻ പറയരുത് ചേട്ടാ, ദയവേത്. പൈസ തരാതെ ഇവിടുന്ന് പുസ്തകം വായിക്കാമെന്നും കരുതരുത്. അയ്യോ, ഞാനിന്ന് വന്നൊരു വായനക്കാരനായിട്ടല്ല. പിന്നെൻ്റെ ഘാതകനായിട്ടായിരിക്കും. അല്ല, പിന്നെ എനിക്ക് ചെറിയൊരു സഹായം വേണം. ഇവിടുത്തെ പുസ്തകം മുഴുവൻ വായിച്ചു തീർന്നില്ലേടേ, ഇനി എന്തുവാ സഹായം വേണ്ടത്? ചേട്ടൻ അന്ന് എന്നോടൊരു പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? ഈയാടെ ഉണക്ക പ്രൊഡ്യൂസറിനെ വേണ്ട എന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അയ്യോ, അതൊക്കെ അന്ത കാലം. ഇന്ന് ഇപ്പം എനിക്ക് ആ പ്രൊഡ്യൂസർ ഒന്ന് കണ്ടാലോ എന്ന് തോന്നുന്നു. ആ ചിന്ത ശരിയല്ലല്ലോ, നടക്കില്ല. ചേട്ടാ അങ്ങനെ പറയരുത്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. പ്രൊഡ്യൂസറെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചേട്ടൻ അറിഞ്ഞൂടെ? ഈ ബുദ്ധിമുട്ട് രാവിലെയാണോ DG മോൻ അറിഞ്ഞത്? അല്ല, കുറച്ചു മുമ്പ് അറിഞ്ഞിരുന്നു. പക്ഷേ ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ കിടപ്പാടം പോകും ചേട്ടാ. ശരി, ചെയ്യാം. പക്ഷേ എനിക്കെന്താ ഒരു ഗുണം? സക്സസ് ആയാൽ റെഡി ക്യാഷിന് ഞാൻ ഇവിടുന്ന് കുറച്ചധികം പുസ്തകങ്ങൾ വാങ്ങിക്കും. പൈസ തരാതെ അല്ലെങ്കിൽ ഇവിടുന്ന് പുസ്തകം കിട്ടുകയല്ല. പിന്നെന്താ ചേട്ടാ, കമ്മീഷൻ? അപ്പാവികളോട് കമ്മീഷൻ മേടിച്ച കർത്താവ് പോലും പൊറുക്കുകയല്ല. പിന്നെ എനിക്കൊരു സഹായം ചെയ്യേണ്ട സമയം വരും. അപ്പം എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ചേട്ടാ, സമയവും സ്ഥലവും ചേട്ടൻ പറഞ്ഞാൽ മതി, സഹായം ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ ഏതാ സ്ഥലം? സഹായം ചെയ്യാനുള്ള സ്ഥലമാണോ? എടോ, നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം അതേതെങ്കിലും വലിയ ഹോട്ടലിൽ ഇറങ്ങി ചെയ്തോ, 5 സ്റ്റാറോ 4 സ്റ്റാറോ എല്ലാം ഞാൻ ഓക്കെയാണ്. അതെന്തിന്? നിങ്ങളുടെ ഹൗസ് ഓണറുടെ ആ കഫേയിൽ അവിടെ ആയിക്കൂടെ? പാമ്പ്രീത് അത് മതി, വിളി. അതെ സാറേ, അന്ന് പറഞ്ഞാൽ പയ്യൻ അത് തന്നെ. ഒരു മിനിറ്റ് സാർ, ഇന്ന് കാണാൻ പറ്റുമോ? ഇന്ന് കാണാൻ പറ്റുമോ? പറ്റും. സാർ ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ സ്ഥലം ഞാൻ അറിയിക്കാം സാർ. താങ്ക്സ് സാർ, ബൈ. സെറ്റായ? അപ്പോൾ പോയി കഥയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് വാ. പൊളിക്കും ഞാൻ. പിന്നെ നിങ്ങളുടെ ഹൗസ് ഓണർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സഹായിക്കുന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. കൊന്നാലും പറഞ്ഞു. അല്ല, പറയണമെങ്കിൽ പറഞ്ഞു. ആണോ? അല്ല, നിർബന്ധമായിട്ടും പറഞ്ഞു. ഓക്കെ, പറഞ്ഞിരിക്കും. പിന്നെ കഥയ്ക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഇനി പോരെ, ഞാൻ പറഞ്ഞു തരാം. കഥ ഉണ്ടാക്കാനൊക്കെ ചേട്ടൻ നല്ല കഴിവുള്ള ആളാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു.